ഹായ് ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ കുറിച്ചാണ്. ഗായകനും മ്യൂസീഷ്യനും ഗാനരചയിതാവും ഒക്കെ ആയിട്ട് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പക്ഷെ ഇന്നലെ തൊട്ട് അദ്ദേഹത്തിന്റെ പേര് കൈതപ്രം സുലൈമാൻ സുഡ് നമ്പൂതിരി ആയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കാലം മുന്നേ ചെയ്ത വീഡിയോ എന്നറിയില്ല, പുതിയ വീഡിയോ എന്നറിയില്ല, ഒരു വീഡിയോ ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ബാബരി മസ്ജിദിനെ കുറിച്ച് മൂപ്പർ പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. ബാബരി മസ്ജിദ് പൊളിച്ച സമയത്താണ് വാത്സല്യം എന്ന സിനിമയിലെ ഒരു മികച്ചൊരു ഗാനം അദ്ദേഹം എഴുതിയത്. ആ എഴുതിയ വരികള് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഉണ്ടായ ആ സങ്കടത്തിൽ എഴുതിയ അന്നേ ദിവസം എഴുതിയ വരികളാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഇപ്പൊ നല്ലോണം വൈറലായി. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. വാത്സല്യത്തിൽ അലയും കാറ്റിൻ ഹൃദയം രാമായണം കേൾക്കാതെയായി, അത് കേൾക്കുമ്പോ ഒരു ഉള്ളിൽ വിങ്ങൽ വരും. അതെ, ആ പാട്ട് എഴുതുന്ന ദിവസമാണ് എനിക്ക് വേറൊരു ഫീലും കൂടി ഉണ്ടായിരുന്നു. ആ ദിവസമാണ് പിന്നെ പള്ളി പൊളിക്കുന്ന ബാബറി മസ്ജിദ്. അപ്പോഴാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ അതിൽ ഈ ഇത് വന്നു അറിയാതെ, രാമായണം കേൾക്കാതെയായി, വനവനങ്ങൾ കൊണ്ടാതെയായി, അങ്ങനെ ആയിപ്പോയി. അത് ആദ്യത്തെ വിഷയം. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. അത് പെട്ടെന്ന് കേൾക്കുമ്പം പിന്നെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് ഒരു രാമന് പോലും സഹിക്കാൻ പറ്റാത്തതാണെന്നൊരു തോന്നലാണ് എനിക്കുണ്ടായ. അപ്പൊ ഞാൻ അതിന് രാഷ്ട്രീയം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അതിന്റെ പേഴ്സണലായിട്ടൊരു സംഭവം. ഈ പാട്ടിക്കുമ്പോ അങ്ങനെ ഒരു ഓർമ്മ കൂടി ഉണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അന്ന് രാത്രി എഴുതുന്നു. അദ്ദേഹം പറഞ്ഞത് ഏതൊരു മനുഷ്യനും പറയുന്ന കാര്യമാണ്, ഏത് ഹിന്ദുവും പറയുന്ന കാര്യമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് ഒരു ഹിന്ദുവും സന്തോഷിച്ചില്ല. സംഘികള് സന്തോഷിച്ചിട്ടുണ്ടാവും. എന്തിന് ശ്രീരാമന് വരെ ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും. വേറൊരാളുടെ ആരാധനാലയം പൊളിച്ചിട്ട് അവിടെ അമ്പലം പണിയണമെന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഗീതയിലാണ്, ഏത് സനാതന ധർമ്മത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? അത് ഏതൊരു ഹിന്ദു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അദ്ദേഹം അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അത് പറഞ്ഞു. പക്ഷെ സംഘികൾക്ക് കുരുപൊട്ടി. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞ പോലെ ദാമോദരൻ സുലൈമാൻ സുഡ് നമ്പൂതിരി. ഉളുപ്പുണ്ട സംഘികളെ. അയാളുടെ അഭിപ്രായം പറഞ്ഞു. ഭൂരിപക്ഷം ഹിന്ദുക്കളും പറയുന്ന അഭിപ്രായം അയാളുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഇന്ത്യയിൽ സാധ്യതയില്ലേ? നിങ്ങൾക്ക് എന്തിനാ കുരുപൊട്ടുന്നത്? അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുരുപൊട്ടാൻ കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കൾ അതിനെ അനുകൂലിക്കുന്നു. അപ്പൊ ഇവരെ കുരു പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ സംഘികളുടെ ദേശസ്നേഹം, ഭയങ്കര ദേശസ്നേഹം. ഹൈദരാബാദിലെ കറാച്ചി ബേക്കറി ഇവർ അടിച്ചു പൊളിച്ച് ദേശീയ പതാക ഉപയോഗിച്ചിട്ടാണ്, കണ്ടില്ലല്ലോ. ഇപ്പൊ ദേശീയ പതാക ഉപയോഗിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത് കാണിച്ചിട്ടാണ്. അതിഭയങ്കരമായ ഒരു ദേശസ്നേഹത്തിന്റെ വീഡിയോ ഇത് കേട്ടാ, കണ്ടു നോക്കി നിങ്ങള്. കണ്ട, ഓന്റെ ഷോൾഡറിൽ ഓന്റെ കാവിൽ എങ്കോട്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഓൻ ഇന്ത്യയുടെ പതാക ഉപയോഗിച്ചിട്ടാണ് ഓന്റെ മുഖം തുടക്കുന്നത്. നാറി ചേറ്റ. ഇതാണ് സംഘികളുടെ ദേശസ്നേഹം. അതായത് സ്വന്തം തോളത്തുള്ള ലങ്കോട്ടി ഉപയോഗിച്ചിട്ട് ഓന്റെ മുഖം തുടക്കാൻ കഴിയില്ല. ഒരു ദേശീയ പതാക വേണം മുഖം തുടക്കാൻ വേണ്ടിട്ട്. ഇതാണ് ദേശീയ പതാക എന്ന് ഇവർക്കൊരു വിഷയമേ അല്ല. ഇങ്ങനത്തെ നാറികളാണ് ദേശസ്നേഹത്തിനെ പറ്റി പറയുന്നത്. ഇതുപോലത്തെ എത്ര വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ എന്നോട് എന്റെ ദേശീയ പതാക അവമാനിക്കുന്നതല്ലേ ഞാൻ കാണിക്കേണ്ടത്? ഈ നാറി സംഘികൾക്ക് അത് ദേശീയ പതാക ആയിരിക്കില്ല, പക്ഷെ എനിക്ക് എന്റെ ദേശീയ പതാകയാണ്, എന്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ അധികം കാണിക്കാത്തത്. ഒരുപാട് വീഡിയോസ് ഉണ്ട് സംഘികളെ. എടുത്തിടാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 10 മണിക്കൂർ വീഡിയോ ആയിപ്പോ എന്റെ. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇതാണ് സംഘികൾ. ദേശസ്നേഹമില്ലാത്തൊരു സംഘി ദേശസ്നേഹം പറഞ്ഞ് ജാഥ നടത്തുന്നുണ്ടില്ലേ, ദേശീയ പതാക ഉപയോഗിച്ചിട്ട് മുഖം തുടക്കുന്ന ഇതുപോലത്തെ നാടകങ്ങൾ കാണിക്കുന്ന സംഘികൾ. ഇവരാണ് സംഘി. ഇത്രയേ ഉള്ളൂ സംഘി. ഇതിൽ കൂടുതൽ ഒന്നും സംഘികളെ കുറിച്ച് നമുക്ക് പറയാനില്ല. എന്നാ പിന്നെ ശരി, സുലാൻ.